എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ലേഡി ബേർഡ് ക്രിയേഷൻസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസിന് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ബീഫ് ഉലർത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല ഇതുപോലെ ഉലർന്ന നല്ല കറുത്ത ബീഫ് ഉലർത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ആ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരുന്നതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനാവശ്യമായ ചുവന്നുള്ളി, ചെറിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ പ്രത്യേകം പറയുന്നതാണ്. ഇനി നമുക്ക് വെള്ളമെല്ലാം തോർന്ന ബീഫ് ഒരു വലിയ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടി, അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കണം. ഇതിൽ നമ്മൾ ഇറച്ചി മസാലപ്പൊടിയൊന്നും വാങ്ങുന്ന പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. എല്ലാം തന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടികളാണ് ചേർക്കുന്നത്. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുക്കറിലേക്ക് അതാക്കി കൊടുക്കാം. ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. നമുക്കിത് ഒരു 5-6 വിസിൽ വരെ ആക്കിയിട്ട് നമുക്ക് വെള്ളം അല്പം കൂടെ വെള്ളം വറ്റാനുണ്ട്. അത് നമുക്ക് വെള്ളം വറ്റുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. പാനിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 5 ചെറിയ സവാള. അത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മി ഒന്ന് അടർത്തിയെടുക്കണം. അപ്പം നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരുവിധമൊക്കെ ഒന്ന് അടർത്തി വെക്കണം. ഇനി നമ്മൾ ഒരു വലിയ മുറി തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതും 1/4 കപ്പ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തതും. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ കൊത്തിയെടുത്തത് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി ഇതൊരുവിധം ഒന്ന് വഴന്ന് കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അത് കോരാം. ഇതുപോലെ 2 പിടി കറിവേപ്പില വേണം, നന്നായിട്ട് കറിവേപ്പില വേണം. ഇത്രയും മതി. നമുക്കിത് പെട്ടെന്ന് തന്നെ കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇതിരുന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങ് കളർ മാറിപ്പോകും. അപ്പോൾ നമ്മൾ ബീഫ് വെള്ളം വറ്റാനായിട്ട് അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി തേങ്ങാക്കൊത്ത് കോരിയെടുത്തിട്ട് സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അല്പം ഒന്ന്, ഇത് കണ്ടില്ലേ, തേങ്ങാക്കൊത്ത് മൂത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അല്പം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്നുള്ളി നമ്മൾ അടർത്തി വെച്ചതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഫ്ലേവർ ഇതിന് വേണം. നമുക്ക് ആദ്യം ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ആ കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവറാണ് ഈ ഇറച്ചി ഉലർത്തിയതിന് നല്ല ഡാർക്ക് കളറൊക്കെ നൽകുന്നത്. അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കണം. ഇത് നമ്മൾ അല്പം ക്ഷമയോടെ തന്നെ ചെയ്യണം. കാരണം ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ കളറ് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് ആയിട്ട് മാറണം. നന്നായിട്ട് തന്നെ ഇത് വഴന്ന് ഉലർന്ന് വരണം. അപ്പോഴാണ് ബീഫ് ഉലർത്തിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ അടിവശം നല്ല വിസ്താരമുള്ളൊരു പാനാണെങ്കിൽ നമുക്കിതുപോലെ നിരത്തിയിട്ട് വഴറ്റിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇനി നമുക്ക് ആദ്യം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ മസാലയുടെ ആ പച്ചക്കുത്ത് മണമെല്ലാം ഒന്ന് മാറാനായിട്ട്
നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് ഇറച്ചി നന്നായിട്ട് ഒന്നേ തൊടാതെ ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്. കല്യാണ സദ്യയ്ക്കൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ തലേ ദിവസം തന്നെ ഇറച്ചി ഉലർത്തിയൊക്കെ റെഡിയാക്കി വെക്കുമല്ലോ. അപ്പം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് നല്ല കളറിൽ ഇരിക്കും. ഒരു കഷ്ണത്തെ തൊടാതെ നല്ല വെറുവറാന്ന് കിടക്കും. അപ്പോൾ അതിന് മല്ലിപ്പൊടിയൊക്കെ ചേർത്താണ് നമ്മൾ ഉലർത്തുന്നത്. ഇപ്പോൾ പൊടികളെല്ലാം തന്നെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ആ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടില്ല. ഒരു 1/4 കപ്പ് വെള്ളത്തോളം ഉണ്ട്. അത് മസാലയൊക്കെ ഉള്ളതായതുകൊണ്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കിടന്ന് വറ്റിക്കോളും. ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിരുന്ന തേങ്ങ മൂപ്പിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ആ വെള്ളമയം ഒന്നും കാണാനേ ഇല്ല. കാരണം ഇത് തേങ്ങയൊക്കെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് നമ്മളിത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ വെള്ളം അങ്ങ് വലിഞ്ഞ് വരും. അപ്പം ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി കുരുമുളക് പൊടി ഒരു 2-3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ഡാർക്ക് കളറ് വരുന്നത്. നല്ലൊരു ഫ്ലേവറുമാണ്. നന്നായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ഒന്ന് നോക്കാം. ഒരുപാട് ഇറച്ചി അങ്ങ് വെന്ത് പോകരുത്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇളക്കുമ്പം പൊടിഞ്ഞു പോകും. പാകത്തിന് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇളക്കി വെള്ളം തോർത്തി നല്ല ഉലർത്തിയെടുക്കണം. അപ്പം വെള്ളയപ്പത്തിനും ചോറിനും ഒക്കെ ഒരു കിടിലൻ ബീഫ് ഉലർത്ത് ട്രൈ ചെയ്യണേ. താങ്ക് യു.